ചിലർക്ക് അങ്ങനെ പ്രേമിച്ച ഒരാളെ കണ്ടെത്താനുള്ള കഴിവില്ലാത്ത പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനത്തെ പെൺകുട്ടികളെ കണ്ടിട്ടുണ്ട്, ആണുങ്ങളെ കണ്ടിട്ടുണ്ട്. അവർ വീട്ടിൽ പറയും എനിക്ക് ആരെങ്കിലും കാണിച്ച് തരുമോ എനിക്ക്. അപ്പോൾ അവർക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ചിലപ്പം ഒരു അറേഞ്ച്ഡ് മാരേജ് വേണ്ടി വരാം. പല ഫെമിനിസ്റ്റുകൾക്ക് പോലും അന്നത്തെ ജയശ്രീയൊക്കെ കേരളത്തിലെ ഫെമിനിസ്റ്റ് പ്രസ്ഥാനങ്ങൾ തുടങ്ങുന്ന സമയത്തൊക്കെ ഉണ്ടായിരുന്ന ആളുകളിൽ ഒരാളാണ്. പക്ഷേ മറ്റു പല ഫെമിനിസ്റ്റുകളും ജയശ്രീയുടെ സുഹൃത്തുക്കളായിരുന്ന ആൾക്കാർ എനിക്കറിയാം, അവർക്ക് പോലും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. LGBTQ റൈറ്റ്സ് ആലോചിക്കാൻ പറ്റുന്നില്ല. സെക്സ് വർക്കേഴ്സിനും ഹ്യൂമൻ റൈറ്റ്സ് ഉണ്ടെന്ന് അവർക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരുപാട് പതുക്കെയാണ് ഓരോന്ന് മാറുന്നത്. എല്ലാ ഓപ്ഷൻസും നിലനിൽക്കുന്ന ഒരു സ്ഥലത്തേക്ക് ഒരു സമൂഹം എത്തുമ്പോഴാണ് അതിന് ആ ഒരു ഉയർച്ചയുള്ളതായിട്ട് ഞാൻ തോന്നുന്നത്. പക്ഷേ ഇതാണ് ഇവിടുത്തെ നോം, അതുകൊണ്ട് ഇത് ചെയ്യുക, വേറെ ഒന്നും പറ്റില്ല എന്നുള്ള രീതിയിലേക്ക് വരുമ്പോൾ ഉറപ്പായിട്ട് അത് ഫേവറബിൾ ആയിരിക്കില്ല, എസ്പെഷ്യലി ഫോർ ദ ഫീമെയിൽ ജെൻഡർ. ഐ തിങ്ക് എൻ്റെ ഏറ്റവും നല്ല കഴിവെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്, എനിക്ക് ചുറ്റും കാണുന്ന മനുഷ്യരിൽ എന്നെ ബെറ്റർ ആക്കാനും എനിക്ക് വളരാനും അവർക്ക് വളരാനുമുള്ള സാധ്യതയുള്ള മനുഷ്യരെ ഞാൻ ഏറ്റവും പെട്ടെന്ന് കണ്ടെത്തും. Marriage as an institution does not work for women. It's detrimental to the growth of women. അതിനോട് യോജിക്കുന്നുണ്ടോ? ആൻഡ് ആസ് എ സൊസൈറ്റി, ഒരു സൊസൈറ്റി ഇവോൾവ് ചെയ്യുന്നതിനനുസരിച്ച് മാരേജ് എന്ന കോൺസെപ്റ്റ്, ബിക്കോസ് യു ബീൻ കംപ്ലീറ്റ്ലി ഔട്ട്സൈഡ് ദ സ്ട്രക്ചർ ഓഫ് മാരേജ്, യുനോ, വളർന്നതും അച്ഛനും അമ്മയും മാരീഡ് അല്ല, വളർന്നതും ഇതിന് പുറത്ത് നിന്നൊരു വ്യക്തി എന്ന നിലയ്ക്ക് ഹൗ ഡു യു സീ ദിസ് ഇൻസ്റ്റിറ്റ്യൂഷൻ? വളരെ ക്യൂരിയസ് ആണ് ഞാൻ. എനിക്ക് ഒറ്റയടിക്ക് അത് എല്ലാ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്തിട്ടുള്ള മാരേജ് മാത്രമല്ല, പല കാര്യങ്ങളും ഒറ്റ ഒരു ഉത്തരവായിട്ട് എനിക്ക് കാണാൻ പറ്റുന്നില്ല. ഇപ്പം ഞാൻ കാണുന്ന കൂടുതൽ പേർക്കും അല്ലെങ്കിൽ ഒരുപാട് പേർക്ക് ഇപ്പോൾ റീമ പറഞ്ഞ അഭിപ്രായം അനുഭവിക്കുന്ന സ്ത്രീകളെയും ഉള്ളവരെയും ആണുങ്ങളെയും ഒക്കെയും ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ കൂടുതലും സ്ത്രീകളാണ്. പക്ഷെ ഞാൻ പറയുന്നത്, ഈ മാരേജ് എന്ന് പറയുന്ന കാര്യം എനിക്ക് അറിയാവുന്ന, എൻ്റെ അറിവില്ലായ്മ തെറ്റാണോ അറിയില്ല, പക്ഷെ എനിക്ക് അറിയാവുന്നത് എല്ലാവർക്കും പാർട്ട്നേഴ്സ് ഒന്നും കിട്ടിയിട്ടില്ല. നമ്മളൊരു ട്രൈബൽ കമ്മ്യൂണിറ്റി, ട്രൈബ്സ് ടു പല സാവന്ന കാടുകളിൽ വളർന്ന മനുഷ്യൻ ആസ് എ ഹോമോസാപ്പിയൻസ് അല്ലെങ്കിൽ സ്പീഷീസ് എന്നുള്ള രീതിയിൽ എടുക്കുമ്പോൾ അതിൽ ഏറ്റവും പവർഫുള്ളായിരുന്ന ആണുങ്ങൾക്കാണ് പലപ്പോഴും സ്ത്രീകൾ കിട്ടിയിരുന്നതും അവർക്കാണ് പ്രോജനി, കുഞ്ഞുങ്ങളെ ഉണ്ടാക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. വീക്കായിട്ടുള്ള ഒരു ആണിന് ചിലപ്പോൾ ഒരു പെൺകുട്ടി കിട്ടാതിരിക്കുകയോ അല്ലെങ്കിൽ വീക്കായിട്ടുള്ളൊരു സ്ത്രീക്ക് ഒരു പാർട്ട്ണറെ കിട്ടാതിരിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് കൾച്ചറലി നമുക്ക്. അങ്ങനെയുള്ളൊരു സമയത്താണ് മാരേജ് എന്നുള്ളൊരു പ്രപ്പോസൽ, ഒരു വെഡിങ് പറയുന്നത്. എല്ലാവർക്കും ഒരു പാർട്ട്ണർ ഉണ്ടാവട്ടെ, ഒരു പെയർ ഉണ്ടാവട്ടെ, അവർക്കും ഒരു സാധ്യത ഉണ്ടാവട്ടെ ഒരു പ്രോജനി ഉണ്ടാക്കാൻ എന്നുള്ളൊരു സ്ഥലത്താണ് സിവിലൈസേഷന്റെ ഭാഗമായിട്ട് മാരേജ് ഉള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ വന്നിട്ടാണ് എനിക്കറിയാവുന്നത്. ഒരു ആസ്പെക്ട് ഓഫ് ഇറ്റ് എനിക്കറിയാം. ആ ആസ്പെക്റ്റിൽ ആലോചിക്കുക, അതിനൊരു റെലവൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. ചിലർക്ക് ചിലപ്പോൾ ഒരിക്കലും ചിലപ്പോൾ നമ്മൾ പ്രേമിച്ച് മാത്രം കല്യാണം കഴിക്കാൻ പോയി കഴിഞ്ഞാൽ ചിലർക്ക് അങ്ങനെ പ്രേമിച്ച ഒരാളെ കണ്ടെത്താനുള്ള കഴിവില്ലാത്ത പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനത്തെ പെൺകുട്ടികളെ കണ്ടിട്ടുണ്ട്, ആണുങ്ങളെ കണ്ടിട്ടുണ്ട്. അവർ വീട്ടിൽ പറയും എനിക്ക് ആരെങ്കിലും കാണിച്ച് തരുമോ എനിക്ക്. അപ്പോൾ അവർക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ചിലപ്പം ഒരു അറേഞ്ച്ഡ് മാരേജ് വേണ്ടി വരാം. അങ്ങനെ ഒരു റിയാലിറ്റി ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അത് ഇതൊരു ഇമ്പോസ്ഡ് ആയിട്ട് ചെയ്യേണ്ടതായിട്ടുള്ള രീതിയിൽ എങ്ങനെയാണോ ഇപ്പോൾ വെഡിങ് അല്ലെങ്കിൽ മാരേജ് മാരേജ് ഇരിക്കുന്നതെന്നുള്ളതാണ് പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതൊരു ഓപ്ഷനായിട്ട് ആളുകൾക്ക് എനിക്കിത് പറ്റത്തില്ല, നിങ്ങൾ കണ്ടുപിടിച്ച് തന്നാൽ മതി എന്ന് പറയുന്ന ഒരാളുണ്ടെങ്കിൽ അവർക്ക് അതിനുള്ള സാഹചര്യം ഉണ്ടാകുന്നതിൽ തെറ്റുള്ളതായിട്ട് ഞാൻ കാണുന്നില്ല. പുറത്ത് നിൽക്കുന്നു എന്നുള്ള രീതിയിൽ പറയുവാണെങ്കിൽ അത് കാരണം എല്ലാവർക്കും ചിലപ്പോൾ പാർട്ട്ണറിനെ ഈ പറഞ്ഞ പോലെ കിട്ടാനോ കണ്ടെത്താനോ ഒക്കെ പാടാനും പല രീതിയിൽ സോഷ്യൽ ആങ്സൈറ്റി ഉണ്ടാവാം. പലതും ഉള്ളത് വെച്ചിട്ട് അവർക്ക് അപ്രോച്ച് ചെയ്യാൻ ഒരാൾക്ക് പറ്റാതെയൊക്കെ പോവാം. പക്ഷെ ഉള്ളിൽ ആഗ്രഹമുണ്ട്. അതുപോലെ സ്ത്രീകൾക്ക് ഡു യു തിങ്ക് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ആസ് ഇറ്റ് എക്സിസ്റ്റ് ടുഡേ അത് സ്ത്രീകളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിട്ട് തോന്നുന്നുണ്ടോ? എന്താണ് പറയുന്നത്, ഇത് ലെയർഡായിട്ടുള്ള ഒരു കാര്യമാണ്. സപ്പോർട്ട് തരുമ്പോൾ ഇപ്പം ഇതുപോലെ ഒരു ആണിനെ ഇപ്പം ഞാൻ ഒരു പെൺകുട്ടിയുടെ കാര്യം തന്നെ പറയാം. അവൾക്ക് ശരിക്കും പ്രേമിച്ചിട്ടൊന്നും അവൾ അങ്ങനെ പ്രേമിച്ചിട്ട് കണ്ടുപിടിക്കുന്നതൊന്നും ശരിയാവുന്നില്ല, അല്ലെങ്കിൽ പറ്റുന്നില്ല. അവസാനം അറേഞ്ച്ഡ് ആയിട്ട് ഒരു പ്രപ്പോസൽ വരുന്നു, അത് ആദ്യം വന്ന് ശരിയായില്ല. ആക്ച്വലി കല്യാണം ഓൾമോസ്റ്റ് ആയതാണ്, പക്ഷെ രണ്ടാം ഘട്ടം വന്ന് ശരിയായി അവർക്കൊരു കുഞ്ഞിനെ ഹാപ്പി ആയിട്ട് ജീവിക്കുന്നു. അങ്ങനെയുള്ള ഇൻഡിവിജ്വൽ കേസസ് ഉണ്ടല്ലോ. പക്ഷെ ആസ് എ ഹോൾ തിങ് ഇത് നിങ്ങൾ ചെയ്തേ പറ്റൂ, ഈ പ്രായമാകുമ്പോൾ ചെയ്യണം, ഇപ്പം ഇനി പഠിച്ചത് മതി, അല്ലെങ്കിൽ ഇത് ചെയ്താൽ മതി, ഇനി ജോലിക്ക് പോകണം, ഇനി അതിനകത്ത് വെച്ച് ജീവിക്കണം. ആൻഡ് മാരേജ് സംടൈംസ് ഇസ് ടു ഫാമിലി. ആ ഫാമിലി നമുക്ക് അവിടെയുള്ള പലരുടെയും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അവർക്ക് വേണ്ടി നമ്മൾ കുറേ കാര്യം സാക്രിഫൈസ് ചെയ്ത് ഇങ്ങനെയൊക്കെ ഉള്ളത് കൂടുതലും സ്ത്രീകളുടെ മേൽക്കാണ് വരുന്നത്. അതുകൊണ്ട് ഇറ്റ് ഈസ് നോട്ട് ഗുഡ്. പക്ഷേ ഈ പറഞ്ഞ പോലെ വേറെ അല്ലാത്ത ഇതിൽ കൂടെ മാത്രം ഒരു പാർട്ട്ണറിനെയോ അല്ലെങ്കിൽ ഒരു സെക്ഷൽ റിലേഷൻഷിപ്പ് അങ്ങനെ മാത്രം കിട്ടുന്ന ഒരാളുണ്ടെങ്കിൽ അവർക്കത് സെക്ഷൽ മാത്രമേ ഞാൻ ഒതുക്കി തീർക്കുമല്ലാതെ. പക്ഷെ എന്നാലും അതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആണ്, ഒരു ലൈഫല്ലേ ഉള്ളൂ. ആ ലൈഫിൽ അതവർക്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഇനിയിപ്പം മാരേജ് എന്നുള്ളൊരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് അത് സഹായിക്കുന്നതെങ്കിൽ അത് ചിലപ്പോൾ അവിടെ നിലനിൽക്കേണ്ട ഉണ്ടോ
അതൊരു ഇതാണ്, ഞാൻ അത് ചിന്തിച്ചിട്ടുണ്ട് അങ്ങനെയെന്ന് ഞാൻ പറയുകയാണ്. പക്ഷെ ആസ് എൻ ഇൻസ്റ്റിറ്റ്യൂഷൻ അത് പലപ്പോഴും സ്ത്രീകൾക്ക് സഹായിക്കുന്ന ഒരു കാര്യമല്ല. അത് നമുക്ക് ഞാനായിട്ട് പറയേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയാം. പക്ഷെ അത് ഓപ്റ്റ് ചെയ്ത് അത് ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ആളുകളും അതിൽ കംഫർട്ടായിട്ട് നിൽക്കുന്നവരും അങ്ങനെ വീഴുന്നവരും ഉണ്ട്. പക്ഷെ നമുക്ക് ആ ചോയ്സ് ഉണ്ടോ എന്നുള്ളതാണ്. അതൊരു ഇൻഡിവിജ്വൽ ചോയ്സും ആയിട്ട് മാറുന്നുണ്ടോ, നമുക്ക് ഫുള്ളി നമ്മുടെ ഡിസിഷൻ വേറെ ഒന്നും വരുന്നതല്ല, നമ്മുടേതായിട്ട് തന്നെ വരുന്നതാണോ എന്നുള്ളതാണ്. അങ്ങനെ ഒരാൾക്ക് എടുക്കാനുള്ള സ്വാതന്ത്ര്യമുള്ള രീതിയിൽ നമ്മുടെ കൾച്ചർ വളരുകയും എല്ലാം നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിനൊരു കുഴപ്പമില്ലായിട്ട് എനിക്ക് തോന്നില്ല. ഇതൊരു ഇതായിട്ട് പോയി അങ്ങനെ വരുമ്പോൾ നമ്മൾക്ക് ഈ ചോയ്സ് ഉണ്ടോ ഇല്ലെന്ന് പോലും തിരിച്ചറിയാൻ പറ്റുന്നില്ല. നമ്മൾക്ക് ഇതാണോ വേണ്ടല്ലേ എന്ന് പോലും ചിന്തിക്കാനുള്ളൊരു അവസരം ആ ഒരു പ്രായത്തിൽ കിട്ടിയിട്ടുണ്ടാവില്ല. പിന്നെ നമുക്ക് ഫിനാൻഷ്യൽ ഫ്രീഡം സ്ത്രീകൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എങ്ങനെ ജീവിക്കണം എന്ന് നമുക്ക് ആഗ്രഹിക്കുന്ന എന്താന്നൊക്കെ മനസ്സിലാക്കാൻ. ഫിനാൻഷ്യൽ മാത്രമല്ല, ഇൻ്റലക്ച്വൽ ഫ്രീഡം ഒക്കെയും നമ്മൾ എന്ത് ചിന്തിക്കുന്നു, പഠിക്കുന്നു, വായിക്കുന്നു, നമുക്ക് എങ്ങനെ ജീവിക്കണം, നമുക്ക് ഒരു പൈസ കൈകാര്യം ചെയ്യാൻ ഉള്ള സ്വാതന്ത്ര്യം, ജോലി ഉണ്ടെങ്കിൽ അത് ഇല്ലാത്തവരുണ്ട് സ്ത്രീകൾ പലരും. അപ്പോൾ അതൊക്കെ ഉണ്ടായിട്ട് വളരെ ഇൻഫോംഡ് ആയിട്ട് എനിക്ക് ഒരാളെ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല, കണ്ടുപിടിച്ച് തന്നിട്ട് അതാവാം, അല്ല ഞാൻ ഒരാളെ കണ്ടുപിടിച്ചു, ഈ പ്രായത്തിലാണ് ഞാൻ കഴിക്കുന്നത്, ഇല്ല ഇതുണ്ട് പക്ഷെ എനിക്ക് കല്യാണം കഴിക്കേണ്ട, എല്ലാ ഓപ്ഷൻസും നിലനിൽക്കുന്ന ഒരു സ്ഥലത്തേക്ക് ഒരു സമൂഹം എത്തുമ്പോഴാണ് അതിന് ആ ഒരു ഉയർച്ചയുള്ളതായിട്ട് ഞാൻ തോന്നുന്നത്. പക്ഷേ ഇതാണ് ഇവിടുത്തെ നോം, അതുകൊണ്ട് ഇത് ചെയ്യുക, വേറെ ഒന്നും പറ്റില്ല എന്നുള്ള രീതിയിലേക്ക് വരുമ്പോൾ ഉറപ്പായിട്ട് അത് ഫേവറബിൾ ആയിരിക്കില്ല, എസ്പെഷ്യലി ഫോർ ദ ഫീമെയിൽ ജെൻഡർ. ഐ തിങ്ക് കനി വളർന്നു വരുന്ന സാഹചര്യത്തിൽ ഒരു പക്ഷേ ഐ ആം അസ്യൂമിങ്, കനി പറയുന്നതിൽ നിന്ന് എനിക്ക് അത്രയും തോന്നുന്നില്ലെങ്കിലും, കാരണം നിങ്ങളൊരു കമ്മ്യൂണിറ്റി ആയിട്ട് ഓഫ് സോഷ്യൽ ആക്ടിവിസ്റ്റ് ഒക്കെ ആയിരുന്നല്ലോ, ബട്ട് എന്നാലും അല്ല മൈത്രിനും ജയശ്രീ, അപ്പൊ ആ ഒരു കമ്മ്യൂണിറ്റി വളർന്നുകൊണ്ട് ഒരു പക്ഷെ അത്രയും ഫേസ് ചെയ്തിട്ടുണ്ടാവില്ല. എന്നാൽ തന്നെയും ഒരു സോഷ്യൽ ഐസൊലേഷൻ ഉണ്ടാവുമ്പോൾ സൊസൈറ്റി നിങ്ങളെ ഒരു സെപ്പറേറ്റ് ആയിട്ട് കാണുമ്പോൾ നമ്മൾ പലപ്പോഴും നമ്മളെ തന്നെ നോക്കുന്നത് വിത്ത് a lot of criticism or a critical eye ആയിരിക്കാം, or with a certain amount of shame ആയിരിക്കാം. I don't know, I'm asking you, did you ever have that going on with you, or were you always put together, self assured as you are today? എനിക്ക് ഇപ്പം പറഞ്ഞൊരു ഷെയിം പോലെ അങ്ങനെയൊന്നും ഒരിക്കലും അത്രയ്ക്കുള്ളൊരു ഇൻറ്റൻസിറ്റി ഞാൻ പറഞ്ഞില്ലേ, കുഞ്ഞി ഇപ്പം എൻ്റെ കൂടെ തൊട്ടിരിക്കുന്ന എൻ്റെ ഫ്രണ്ട്, അപ്പം അവൾ എന്നെ ഇതെന്താ ഇങ്ങനെ എന്ന് എന്തെങ്കിലും ഒരു ചോദ്യം ചോദിച്ചാൽ മാത്രം ഞാൻ അതെന്താന്ന്, അല്ലാതെ ഒരു ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈത്രിനും ജയശ്രീയും മാത്രമല്ല, ഒരുപാട് മനുഷ്യർ പല രീതിയിൽ ജീവിക്കാൻ ശ്രമിച്ച ആൾക്കാരുണ്ട് ആ ഒരു കാലഘട്ടത്തിലും അതിന് മുമ്പും അതിന് പിന്നെയും. അല്ലാതെ ഇവർ മാത്രം ഇങ്ങനെ ഉയർത്തെഴുന്നേറ്റ് വന്നതല്ല. നമ്മൾ പുസ്തകങ്ങൾ വായിക്കുമ്പോഴാണെങ്കിലും, ഇനി മൈത്രിനും ജയശ്രീയും സുഹൃത്തുക്കളൊക്കെ ആണെങ്കിലും കല്യാണം കഴിക്കാതെ ജീവിക്കാൻ ശ്രമിച്ച വേറെ കപ്പിൾസിനെയും എനിക്കറിയാമെന്ന്, അങ്ങനെയുള്ളവരും ഉണ്ട് എന്ന് എനിക്കറിയാം. ഇതുവരെ ഒറ്റയ്ക്കല്ല. പിന്നെ രജിസ്റ്റർ മാരേജ് ചെയ്തു, പക്ഷേ സ്പെഷ്യൽ മാരേജ് ആക്ട് ഒന്നുമല്ല. അപ്പോൾ 6 മാസം അതിൻ്റെ വാലിഡിറ്റി ഇല്ലാത്ത എന്നാൽ വീട്ടുകാരെ കാണിക്കൊന്ന് കഴിച്ച് എന്തോ ഒരുമിച്ച് ജീവിച്ച് ഇപ്പോഴും ഒരുമിച്ച് ജീവിക്കുന്ന ചില മൈത്രേനും ജയശ്രീയും ജനറേഷനിലുള്ള വേറെ ആൾക്കാരെ എനിക്കറിയാം. അതിന് മുമ്പുള്ള മനുഷ്യരൊക്കെ ഉണ്ട്. അതപ്പോൾ അങ്ങനെ ഒരുപാടങ്ങ് ഭയങ്കര ഒറ്റപ്പെട്ടതല്ല, അങ്ങനെ ചിന്തിക്കുന്ന പല മനുഷ്യരിൽ ഒരാൾക്കാരെന്നുള്ള പോലെ ഞാൻ കണ്ടിട്ടുള്ളത്. ഒരിക്കലും അങ്ങനെ എനിക്ക് തോന്നുന്നു മൈത്രേനും ജയശ്രീയും സെക്സ് വർക്കേഴ്സിന് വേണ്ടിയിട്ട് അവരുടെ റൈറ്റ്സിന് വേണ്ടി വർക്ക് ചെയ്തപ്പോഴും LGBTQ റൈറ്റ്സിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്തപ്പോഴുമാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഏറ്റവും ആളുകൾക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റാതിരുന്നത്. LGBTQ ഇപ്പോൾ കുറേ കൂടി വോക്കായിട്ട് ആൾക്കാർ സംസാരിക്കുന്നുണ്ടെങ്കിലും ആ ഒരു സമയത്ത് എനിക്കറിയാം അന്നത്തെ ഫെമിനിസ്റ്റ് പ്രസ്ഥാനത്തിലൊക്കെ ഇരുന്നവർക്ക് പോലും അംഗീകരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പല ഫെമിനിസ്റ്റുകൾക്ക് പോലും അന്നത്തെ ജയശ്രീയൊക്കെ കേരളത്തിലെ ഫെമിനിസ്റ്റ് പ്രസ്ഥാനങ്ങൾ തുടങ്ങുന്ന സമയത്തൊക്കെ ഉണ്ടായിരുന്ന ആളുകളിൽ ഒരാളാണ്. പക്ഷേ മറ്റു പല ഫെമിനിസ്റ്റുകളും ജയശ്രീയുടെ സുഹൃത്തുക്കളായിരുന്ന ആൾക്കാർ എനിക്കറിയാം, അവർക്ക് പോലും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. LGBTQ റൈറ്റ്സ് ആലോചിക്കാൻ പറ്റുന്നില്ല. സെക്സ് വർക്കേഴ്സിനും ഹ്യൂമൻ റൈറ്റ്സ് ഉണ്ടെന്ന് അവർക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരുപാട് പതുക്കെയാണ് ഓരോന്നും മാറുന്നത്. അപ്പോൾ ആ ഒരു സബ്ജക്റ്റ് വന്ന സമയത്ത് എനിക്ക് തോന്നിയിട്ടുണ്ട് വളരെ കുറച്ച് പേര്, 3-4 പേര് മൈത്രിനും ജയശ്രീയുടെയും കൂടെ പോൾസൺ തൃശ്ശൂരുള്ള അദ്ദേഹമാണ് ഒരു ഇനിഷ്യേറ്റീവ് ഇങ്ങനെ കാര്യങ്ങൾ എടുത്തത്. മൈത്രിനും ജയശ്രീയിലേക്ക് വന്നത് തന്നെ അങ്ങനെയാണ്. അപ്പോൾ ആ ഒരു പെർട്ടിക്കുലർ സബ്ജക്റ്റിലാണ് എനിക്കത് ഈവൻ വളരെ പ്രോഗ്രസീവായിട്ടുള്ള ആൾക്കാർ പോലും ഭയങ്കരമായിട്ട് ഒരു ഉറപ്പില്ല എന്താ അങ്ങനെ എനിക്ക് ആ ഒരു സമയത്ത് 95-നും 2000 ഇടയ്ക്കുള്ള സമയത്ത് തോന്നിയിട്ടുള്ളത്. ഞാൻ ചെറുതാണ് അപ്പോൾ ഞാൻ ഇങ്ങനെ എന്താ അങ്ങനെ, അല്ലെങ്കിൽ കുറച്ചും കൂടെ അതൊരു, പക്ഷെ പിന്നെ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ കുറേ കേരളത്തിൽ മാറിയപ്പോൾ ഞാൻ ഇങ്ങനെ ഫെമിനിസ്റ്റുകളൊക്കെ ഒബ്വിയസ്ലി അക്സെപ്റ്റ് ചെയ്യുന്ന ഒരുപാട് മാറണം. ഞാനത് എൻ്റെ ലൈഫ് ടൈമിൽ തന്നെ കാണുമ്പോൾ ഞാൻ ഇങ്ങനെ
ഇങ്ങനെയാണല്ലേ മാറ്റങ്ങൾ ചെറുതായിട്ട് വരുന്നത്, അത് വിറ്റ്നസ് ചെയ്യുന്ന ഒരു സംഭവം തന്നെയാണ് ഈ മാറ്റങ്ങൾ ഉള്ളിൽ സംഭവിക്കുന്നത്. കാരണം എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ കനീനെ ആദ്യമായിട്ട് കാണുന്നത് നമ്മുടെ ഒരു മൂവിയുടെ സ്ക്രീനിങ് മൂവിയുടെ സ്ക്രീനിങ്. ആൻഡ് അന്നുള്ള കനി എന്ന് പറയുന്നത് നിങ്ങൾ ഈ കാണുന്ന കനിയല്ല കേട്ടോ, മിണ്ടൂലായിരുന്നു, ഒന്നും മുഖത്തോട് നേരെ നോക്കില്ലായിരുന്നു, ഭയങ്കര ഷൈ ആയിരുന്നു. നമ്മൾ കുറേ സംസാരിക്കുകയും ചെയ്തു, നമ്മൾ ഒന്നിച്ചിരുന്ന ആ സിനിമ കണ്ടതും. അപ്പോൾ കനിയുടെ ഉള്ളിലുള്ള മാറ്റങ്ങൾ, ഹൗ മച്ച് ഡു യു വർക്ക് ഓൺ യുവർ സെൽഫ്, വിത്തിൻ യുവർ സെൽഫ്? ഡു യു ആസ്ക് യുവർ സെൽഫ് ക്വസ്റ്റ്യൻസ്? ഡു യു ട്രൈ ടു ഡെൽവ് വിത്തിൻ യുവർ സെൽഫ്? ബിക്കോസ് എൻ്റെ അടുത്ത് ചോദിക്കലല്ല ഞാൻ കൂടുതലും, ഞാൻ ചേച്ചിയോടും മൈത്രേനോടും ആനന്ദിനോടും ശ്രേയോടും എനിക്ക് ഏറ്റവും, അല്ലെങ്കിൽ ഇപ്പം എൻ്റെ ഏറ്റവും അടുത്ത ഫ്രണ്ട്സ് മൈത്രേൻ്റെ അതേ പേരുള്ള ഒരാളാണ് എൻ്റെ ഏറ്റവും അടുത്ത ഫ്രണ്ട് മൈത്രി. പിന്നെ ആതിരാന്ന് പറഞ്ഞൊരു ഫ്രണ്ട് തിരുവനന്തപുരത്ത്. അപ്പം ഞങ്ങൾ എനിക്ക് തോന്നുന്നു ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള എൻ്റെ അസറ്റ്, എൻ്റെ സ്വത്തെന്ന് പറയുന്നത് ഏറ്റവും അടുപ്പമുള്ള സുഹൃത്തുക്കളും, ചിലപ്പോൾ മൈത്രിന് ശേഷം ഞാൻ ഉണ്ടാക്കിയെടുത്തവരുണ്ടായിരുന്നു. അവരൊരു എനിക്ക് റിഫ്ലക്റ്റ് ചെയ്യാൻ ഏറ്റവും രസകരമായ ആൾക്കാർ തന്നെയാണ്. ഞാൻ ഇരുന്നിങ്ങനെ ചിന്തിക്കലൊന്നുമില്ല. ചില സമയത്ത് ചില സിറ്റുവേഷൻ ജീവിതത്തിൽ ഞാനിപ്പോൾ പെരുമാറിയത് ശരിയായിരുന്നില്ല, ഞാൻ ആ റെസ്പോണ്ട് ചെയ്ത് ശരിയായിരുന്നില്ല, അത് ഇമോഷണലി മറ്റൊരാളെ പറ്റി ആലോചിക്കാതെ എൻ്റെ കാര്യം മാത്രം ആലോചിച്ചെന്ന് വെച്ചാൽ അങ്ങനെയൊക്കെ ഞാൻ ആലോചിക്കും. അത് ആലോചിക്കുന്നതുകൊണ്ട് അടുത്ത തവണ ഞാൻ കറക്റ്റായിട്ട് പെരുമാറാറൊന്നുമില്ല. അപ്പോഴും ചില സമയത്ത് വീണ്ടും ഞാൻ റിപ്പീറ്റഡ് ആയിട്ട് ആ മിസ്റ്റേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. അല്ലെങ്കിൽ ചില സമയത്ത് ഒരു ചിന്തിക്കാൻ പറ്റിയിട്ടുള്ള സമയങ്ങളും ഉണ്ട്. പക്ഷെ പലപ്പോഴും ഞാൻ അങ്ങനത്തെ തെറ്റുകൾ ചെയ്യുകയും പിന്നെ അത് അറ്റ്ലീസ്റ്റ് അവരോട് സോറി പറയാനോ അല്ലെങ്കിൽ അത് സംസാരിച്ച് ശരിയാക്കാൻ പറ്റുമോ എന്നുള്ള അടുത്തോട്ടേ എനിക്ക് പറ്റിയിട്ടുള്ളൂ. എപ്പോഴും കോഴ്സ് കറക്റ്റ് ചെയ്ത് എൻ്റെ ജീവിതത്തിൽ ഞാൻ ആ ഇമോഷണൽ റെസ്പോൺസ് വരാതിരിക്കാൻ എത്രത്തോളം എനിക്ക് എപ്പോഴും പറ്റിയിട്ടുണ്ടെന്ന് അറിയില്ല. പലപ്പോഴും മൈത്രി ശിശിക്കൊക്കെ കുറച്ചും കൂടി ആ ഒരു കമ്പോസ്റ്റ് ഉള്ളതാണ്. ഞാൻ പലപ്പോഴും എൻ്റെ ഇമോഷൻ എന്താണ് അത് ടപ്പെന്ന് പറഞ്ഞത് അതുപോലെ കാണിക്കും മുഖത്ത് നോക്കി. അപ്പൊ ശരിക്കും പറഞ്ഞാൽ വർക്ക് ചെയ്യാനുള്ള ഒരു ഏരിയ ഒരു ഇമോഷണൽ റെസ്പോൺസിന്റെ ഏരിയ ആയിട്ട് തോന്നാറുണ്ടോ? അത് എനിക്ക് ഇപ്പോഴും ഉത്തരമില്ല. അതാണോ ശരി മറ്റതാണോ ശരിയെന്നും എനിക്കറിയില്ല. അതുകൊണ്ടാണ് അത് ഇറ്റ്സ് സ്റ്റിൽ ഇൻ ഇപ്പം എനിക്ക് കൺവിക്ഷൻ ഉണ്ടെന്ന് വെച്ചോളൂ, ഇമോഷണൽ റെസ്പോൺസ് അല്ല ഇവിടെ വേണ്ടതെന്ന് എനിക്ക് കൺവിക്ഷൻ എൻ്റെ മനസാക്ഷിക്ക് ഉണ്ടായാൽ ഞാൻ അതിന് വർക്ക് ചെയ്യും. പക്ഷേ എനിക്ക് ഫുള്ള് അറിയില്ല. എനിക്ക് രണ്ടിൻ്റേതായിട്ടുള്ള പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്സ് ഉള്ളതുപോലെയാണ് ഞാൻ ഇപ്പോഴും അനുഭവിക്കുന്നത്. അപ്പം ഞാനത് മാറ്റേണ്ടതാണോ അല്ലേന്ന് എനിക്കിപ്പോഴും അറിയില്ല. അവിടെയാണ് ഞാൻ ആ കാര്യത്തിൽ നിൽക്കുന്നത്. പക്ഷേ ഇതൊക്കെ ഞാൻ ചേച്ചി ഞാനും കൂടി ഇപ്പോൾ ഒരു കാര്യത്തിൽ സംസാരിക്കുമ്പോൾ ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ചേച്ചി ഇവിടെ ഇങ്ങനെയാണോ, അപ്പം ഞാനിങ്ങനെ, അപ്പം ചേച്ചി പറഞ്ഞാൽ ഞാനതിങ്ങനെ രസകരമായിട്ടാണ് ഞങ്ങൾ വഴക്കിടുന്നതാണെങ്കിലും റിസോൾവ് ചെയ്യുന്നതും. പക്ഷെ ബാക്കി എന്റെ ഫ്രണ്ട്സിനെ ഞാൻ കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ചതാണ്. ഭയങ്കര കഷ്ടപ്പെട്ടാണ്. ഞാൻ ഐ ഓൾവേസ് തിങ്ക് എൻ്റെ ഏറ്റവും കഴിവ് അഭിനയത്തിന്റെ ഒന്നും അല്ലാതൊന്നും, അഭിനയൊന്നും അല്ലെങ്കിൽ ഞാൻ എനിക്കൊരു കഴിവുണ്ടായിരുന്നു വിചാരിക്കുന്നില്ല. ജസ്റ്റ് an average actor I would say objectively. പക്ഷേ എൻ്റെ ഏറ്റവും നല്ല കഴിവെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്, എനിക്ക് ചുറ്റും കാണുന്ന മനുഷ്യരിൽ എന്നെ ബെറ്റർ ആക്കാനും എനിക്ക് വളരാനും അവർക്ക് വളരാനുമുള്ള സാധ്യതയുള്ള മനുഷ്യരെ ഞാൻ ഏറ്റവും പെട്ടെന്ന് കണ്ടെത്തും. അവരെ എനിക്ക് സ്കൂളിൽ നിന്നേ എനിക്ക് എവിടെ പോകുമ്പോഴും ഇമ്മീഡിയറ്റ്ലി ഞാൻ അവരെ റെക്കഗ്നൈസ് ചെയ്യാനുള്ള കഴിവ്, അതൊരു കഴിവായിട്ട് തന്നെ എനിക്കുണ്ടെന്ന് എനിക്ക് തോന്നാറുണ്ട്. ഞാൻ ഇവരെ ഞാൻ എന്തിനു പരിചയപ്പെട്ടു, ഒരു മനുഷ്യനെ ഞാൻ ഇതുവരെ പരിചയപ്പെട്ടിട്ട് പോലും ഇല്ലാന്ന് തോന്നുന്നു. കളിയാണോ? അയ്യോ ഇതെന്തിനാ എനിക്ക് ഇത് ശരിക്കും ഇവിടെ മനുഷ്യന്മാരെനിക്ക് പറയുന്ന എവറിത്തിങ് വിൽ ബി ഓക്കെ, ഇറ്റ് ഈസ് ഓൾറെഡി ഗ്രേറ്റ്. പ്രേയറാണ് എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്ന പോലും എനിക്ക് ഏറ്റവും ഡിവോഷൻ ആൻഡ് പ്രേയിങ് ഹാസ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു എക്സ്പീരിയൻസ് ആണ്. എന്തെങ്കിലും ഒരു ഗോൾ ഉണ്ടായിരുന്നതാണ്, ഒരു വീട് വെക്കാം, അതാണ് എൻ്റെ ഏറ്റവും വലിയ ഗോൾ. പിന്നെ എനിക്കറിയാം ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ വെച്ച് വീടിലൊക്കെ അർത്ഥമുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഇവിടെയൊക്കെ എന്താണ് യുദ്ധങ്ങൾ വരികയും പിന്നെ വീടിനൊക്കെ ശരിക്കും എന്താ അർത്ഥം എന്ന് എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നു എനിക്കൊരു അൺകണ്ടീഷണൽ ലവ് ആൾക്കാരുടെ അടുത്തുണ്ട്, വിത്തൗട്ട് എനി ഒരു ആദ്യമേ ജഡ്ജ് ചെയ്ത് അങ്ങനെ ഇല്ല.